നീതി നിഷേധിച്ച രാജാവിനോട് മൗനം വെടിഞ്ഞവൾ ഉടച്ചെറിഞ്ഞത് വെറും ഒരു ചിലമ്പായിരുന്നില്ല, ഒരു സിംഹാസനത്തിന്റെ അഹങ്കാരത്തെ ആയിരുന്നു. പൂർണ്ണ വിധു പോ സർവവരദായിനിയായ കരൂർ കാഞ്ഞൂർ മഠം ശ്രീ വനദുർഗാദേവി ക്ഷേത്രത്തിൽ നിന്നും വർഷാവർഷം അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമിയുടെ 3ാം തിരുവുത്സവത്തിന് കരൂർ ദേശക്കാരുടെ സമർപ്പണമെന്നോണം നടത്തിവരുന്ന ഇരട്ടഗരുഡനും പടയണിയും ദേശനാഥന് സമക്ഷത്തേക്ക് എത്തിച്ചേരുന്നതിന് കരൂർ കരക്കാർക്ക് സ്വന്തമായി കാഞ്ഞൂർ മഠത്തിൽ അമ്മയുടെ മുൻപിൽ അമ്മയ്ക്ക് കാവലായി ഒരു ചാട് അഥവാ ഗരുഡത്തേരാഗ്രഹിച്ച് അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് സ്വപ്നം കണ്ട കരക്കാർ 2024 മുതൽ അതിനായി പലരെയും പല സമയങ്ങളിലായി സമീപിക്കുകയുണ്ടായി. എന്നാൽ പരിശ്രമങ്ങൾ പ്രാവർത്തികമാക്കുവാൻ സാധിച്ചില്ല എന്നതിനാൽ വീണ്ടും മറുനാടൻ വാടകവണ്ടി ചാടുകളുടെ സഹായം തേടി കരൂർ കരക്കാർ പൊയ്ക്കൊണ്ടേയിരുന്നു. 2025 മാർച്ചിൽ ഇരട്ടഗരുഡനും പടയണിക്കുമായി ഒത്തുകൂടിയ നാട്ടുകൂട്ടത്തിൽ അധികാരികളെയും വേണ്ടപ്പെട്ട വ്യക്തികളുടെയും മുൻപിൽ അവതരിപ്പിച്ച കരൂർ കരയ്ക്ക് വേണ്ടിയൊരു ചാട് എന്ന ആശയത്തെ അതിന്റെ ആവശ്യകതയ്ക്ക് അത്ര പ്രാധാന്യം നൽകാതെ ഒരുപാട് പ്രതീക്ഷയോടെ അവതരിപ്പിച്ച അപേക്ഷ അംഗീകരിക്കാതെ പിന്തള്ളിയപ്പോൾ സംഭവിച്ചത്, അന്ന് അവിടെ നിന്നും പടിയിറങ്ങിയ ആ കൂട്ടത്തിനെ അവരുടെ ആഗ്രഹം നടപ്പിലാക്കുവാനായി കാഞ്ഞൂർ മഠത്തിലമ്മ നിയോഗിക്കുകയായിരുന്നു. ദേശത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒറ്റക്കെട്ടായി നിന്ന് ജാതി മത വർണ്ണ വർഗ രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി ഒന്നിച്ചു നിൽക്കാനായി കൈകോർത്തപ്പോൾ ആ വിരലിലെണ്ണാവുന്ന കൂട്ടരുടെ ആത്മാർത്ഥ പരിശ്രമവും ചങ്കുറപ്പും കൊണ്ടുടലെടുത്തത് ദേശദേവതയുടെ ആഗ്രഹ സാഫല്യമായി വിഷ്ണു ഭഗവാന്റെ സമക്ഷത്തേക്ക് പുറപ്പെടുന്ന കാളീദാഹം തീർത്ത ഗരുഡമൂർത്തികൾക്ക് നിറഞ്ഞാടി ദേശവീതിയിലൂടെ കുതിച്ചു നീങ്ങുവാനായി കരൂർ ദേശത്തിന് സ്വന്തമായി ഒരു ഗരുഡത്തേരാണ്. കഠിനമായ ആഗ്രഹവും അതിനുവേണ്ടിയുള്ള നിരന്തര പരിശ്രമത്തിന്റെയും ഫലമെന്നോണം രൂപം കൊണ്ട ആ അസുര ഗരുഡ പടയുടെ രഥത്തിന് സത്യത്തിന്റെയും ഒരുമയുടെയും വിശ്വത്തിലേക്ക് ദേശത്തെ സകല ജീവജാലങ്ങളുടെയും സമൃദ്ധിക്കു വേണ്ടി കുതിച്ചുയരുന്ന വാജി എന്നു ധ്വനിയുണർത്തുന്ന വിധം അവർ ഒരു പേര് നൽകി, വിശ്വവാജി. കരൂർക്കരയുടെ കാച്ചിരമ്പും കരുത്തിന്റെ പടഹധ്വനിയുമായി പറക്കുവാൻ വാജി ചക്രങ്ങൾ കാഹളം മുഴക്കി കാഞ്ഞൂർ മഠത്തിലമ്മയുടെ തിരുമുമ്പിൽ എന്നും കാവലാവാൻ ദേശത്തിന്റെ തേര് തെളിക്കാൻ അങ്ങനെ വിശ്വവാജി കരൂർ ദേശം പിറവിയെടുത്തു. കളിക്കളങ്ങളിൽ കാപട്യത്തിന്റെ കരുക്കളൊരുക്കി പലരും കാത്തിരിക്കുന്നുണ്ടെന്നറിഞ്ഞിട്ടും കാൽ വഴുതാതെ അടിപതറാതെ കരുതലോടെ നിവർന്നു നിൽക്കുന്നത് കാണികളിൽ ഒരാളായി എന്റെ കാഞ്ഞൂർ മഠത്തിൽ അമ്മയുണ്ടെന്ന വിശ്വാസമാണ്. അത് തന്നെയാണ് എന്റെ കരുത്തും. എനിക്കെതിരെ ഒറ്റയ്ക്ക് വന്നാലും ഒരുമിച്ച് വന്നാലും ആ ഒരു വലയം താണ്ടിയേ
ആരൊരുത്തനായാലും എനിക്ക് കുറുകെ വരാൻ കഴിയൂ എന്നത് മറക്കരുത്. കച്ചമിനുക്കി തുളുനാടഞ്ഞൊരിയാലുണ്ടേ തൂതാടിച്ചം. അതിനായി കാലെടുത്ത് വെക്കുന്നവരുടെ കടയടക്കം കരിച്ചിട്ടേ എന്റെ ദേശദേവത മടങ്ങുമെന്ന ഉറപ്പാണ് കളം നിറഞ്ഞ് കളിക്കാൻ എന്നെ കൊണ്ടുവന്ന ഈ പടയ്ക്കൊപ്പം നിൽക്കാനുള്ള എന്റെ ബലവും. തുളുനാടഞ്ഞൊരിയാലുണ്ടേ അമ്മയുടെ ദാസ്യം തീർത്തു മടങ്ങുന്ന ഗരുഡമൂർത്തികൾക്ക് രഥമാകുവാൻ ഈ ദേശത്തിനും എന്റെ ദേശദേവതയ്ക്കും എന്നും കാവലായി എനിക്ക് കളമൊരുക്കിയ ഈ കൂട്ടത്തിന്റെ കവചകുണ്ഠലമായി ഞാനിവിടെ ഈ തിരുമുറ്റത്ത് തന്നെ ഉണ്ടാകും. ഉടലാകെ കുളിരും തോറുമ്പോ എനിക്കൊപ്പം എന്നെ ഈ മണ്ണിലേക്ക് ആനയിച്ച ആ ഒരു ചെറുപടയും കൂടെ ഉണ്ടാകും. ഈ മണ്ണിൽ കരൂർ ദേശം ഞാൻ വിശ്വവാജി കരൂർ ദേശം. ഈ ഉത്സവ മാമാങ്കത്തിന് മാറ്റുകൂട്ടുവാൻ ഭഗവാന്റെ 3ാം തിരുത്സവ ദിനത്തിൽ കരൂർ ദേശക്കാർ നടത്തിവരുന്ന ഇരട്ടഗരുഡനും പടയണിയുമായി ദേശനാഥനു മുന്നിൽ സർവവരദായിനി കാഞ്ഞൂർ മഠം വനദുർഗാദേവിയുടെ അനുഗ്രഹത്തോടെ എത്തുകയാണ്. അമ്മേ, എന്താണ് ഈ വിശ്വവാജിയും ഗരുഡാഘോഷവും? മോളെ, നമ്മുടെ നാടിന്റെ സംസ്കാരവും പഴമയും നിലനിർത്തുന്നതിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് വർഷാവർഷം അമ്പലപ്പുഴ ഭഗവാന്റെ 3ാം ഉത്സവ ദിനം കരൂർ കരക്കാർ നടത്തിവരുന്ന ഇരട്ടഗരുഡനും പടയണിയും. അപ്പോൾ ഈ വിശ്വവാജി എന്നാൽ എന്താ? വിശ്വവാജി ഒരു വ്യക്തിയല്ല, അത് ഒരു കൂട്ടമാണ്. നമ്മുടെ നാടിന്റെ സംസ്കാരവും സുരക്ഷിതമായ ആഘോഷ ആചാരങ്ങളും പഴമയുടെ മനോഹാരിത നഷ്ടപ്പെടാതെ പുതുമയുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നടത്തുവാനും കൊണ്ടാടുവാനും നിയോഗിക്കപ്പെട്ടവർ. അപ്പോ അവരാണോ ഇന്ന് നമ്മൾ കാണുന്ന ആ ഇരട്ട ഗരുഡന്മാരെയും കയറ്റി അമ്പലപ്പുഴ സ്വാമിക്ക് മുമ്പിലേക്ക് പോകുന്ന ആ വലിയ ചാട് കൊണ്ടുവന്നത്? അതെ, അവര് കൊണ്ടുവന്നതല്ല മോളെ. അടങ്ങാത്ത ആവേശത്തിന്റെയും ആഗ്രഹത്തിന്റെയും ആത്മാർത്ഥമായ പ്രയത്നത്തിന്റെയും പ്രവർത്തനം കൊണ്ട് ദേവീ കടാക്ഷത്താൽ ഉണ്ടാക്കിയെടുത്തതാണ് ആ ഗരുഡരഥം, വിശ്വവാജി. കരൂരുവാസികൾ ഒരുമിച്ചിടും കരയ്ക്കു കേമം കുറിച്ചു വെക്കാൻ കരുത്തനായിട്ടവൻ വരുന്നു. വിജയ വിശ്വവാജി. എന്തുകൊണ്ടാണ് അവർക്ക് അത്രയേറെ അതിന് ആവേശമുണ്ടാവാൻ കാരണം? ഒരു ആചാരത്തിനു വേണ്ടി, ഒരു ദിവസത്തെ ഉത്സവത്തിനു വേണ്ടി ഇത്രയേറെ കഷ്ടപ്പെടുന്നതും ഇതുപോലെ വിശ്വവാജിയെ തയ്യാറാക്കിയതും? മോളിപ്പോ ചോദിച്ച ചോദ്യം ഈ കൂട്ടരോട് നാട്ടുകൂട്ടത്തിന്റെ അധികാരികളും ചോദിച്ചിരുന്നു. എപ്പോഴാണെന്നോ? മുൻ വർഷങ്ങളിൽ ഗരുഡൻ പറവ നടത്തി വന്നിരുന്നത് മനുഷ്യനിർമ്മിതമായ ഉന്തുവണ്ടി പോലെ തടിയുടെ സഹായത്തോടെയുള്ളതിനാലായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം അത് വാടക വണ്ടി ചാടുകളിലായി മാറി. എന്നാൽ തികച്ചും ബുദ്ധിമുട്ടും സാമ്പത്തിക ചെലവ് വർദ്ധിച്ചതുമായിരുന്നു അത്. അത് മാത്രമല്ല, നമ്മുടെ കരയുടെ ഒരു ഉത്സവത്തിന് പുറം നാട്ടിലെ വാടക വണ്ടി ചാടുകളുടെ സഹായം തേടുക എന്നത് തന്നെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ മറ്റുള്ള സഹായ ആശ്രയങ്ങൾക്ക് കാത്തു നിൽക്കാൻ മടി കാണിച്ച ഒരു കൂട്ടർ പരസ്പരം ഒത്തുകൂടി ഇതിനു പ്രതിവിധിയായി ഒരാശയം കണ്ടെത്തി. അത് വേണ്ടപ്പെട്ട അധികാരികളുടെ നാട്ടുകൂട്ടത്തിൽ ബോധിപ്പിച്ചു. എന്നാൽ അവരുടെ നല്ല ചിന്തയെ പ്രാവർത്തികമാക്കുവാനുള്ള ബുദ്ധിമുട്ടിന്റെ പേരിലും സാമ്പത്തിക ക്ലേശങ്ങളുടെ പേരിലും പ്രാധാന്യമില്ലാത്ത ഒരപേക്ഷയായി തള്ളി. അന്ന് ആ ദിവസം എന്നാൽ മറ്റൊരു തീരുമാനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടായിരുന്നു ആ പിന്തള്ളപ്പെട്ട ആശയവുമായി ആ കൂട്ടർ മുൻപോട്ട് നടന്നു നീങ്ങിയത്. അത് എന്താണമ്മേ ആ മറ്റൊരു തീരുമാനം? അന്ന് അവർ തീരുമാനിച്ചു, പല കാരണങ്ങളാൽ പിന്തള്ളപ്പെട്ട ഈ സഭയുടെ മുൻപിൽ മറ്റൊരപേക്ഷയ്ക്ക് നിൽക്കാതെ ആഗ്രഹിച്ച പോലെ കരൂർ ദേശത്തിന് സ്വന്തമായി കാഞ്ഞൂർ മഠത്തിലമ്മയ്ക്ക് കാവലായി ഒരു കരുത്തുള്ള ചാട് കൊണ്ടുവരും. ഇനി ഇരട്ട ഗരുഡന്മാർ ഈ മുറ്റത്തു നിന്നും പുറപ്പെടുന്നത് തങ്ങൾ കൊണ്ടുവരുന്ന ആ കരുത്തുറ്റ ഗരുഡത്തേരിലായിരിക്കണമെന്ന്. അങ്ങനെ അടങ്ങാത്ത ആഗ്രഹവും ആവേശവും ദേവിയുടെ നിയോഗവും ഒന്നിച്ചപ്പോൾ കാഞ്ഞൂർ മഠം അമ്മയുടെ മുറ്റത്ത് കാവലായി ഗരുഡത്തേരായി മാറിയത് നമ്മുടെ സ്വന്തം ചാടായിരുന്നു. അന്ന് ആദ്യമായി അങ്ങനൊരു കരുത്തുറ്റ ചാടിൻ പുറത്തേറി ഇരട്ട ഗരുഡന്മാർ വിഷ്ണു ഭഗവാനെ വണങ്ങുവാൻ പുറപ്പെടുമ്പോൾ കണ്ണിമ വെട്ടാതെ ആരും നോക്കി നിൽക്കാൻ പാകത്തിന്
ഐശ്വര്യപ്രഭ തോന്നുന്ന ആ ചാടിന് അതിനുവേണ്ടി ചുക്കാൻ പിടിച്ച് ആദ്യ അവസാനം ഒരേ മനസ്സോടെ ഒരേ വിചാരത്തോടെ ഒരുമയോടെ നിന്ന് പ്രവർത്തിച്ച ആ കൂട്ടം ഒരു പേരിട്ടിരുന്നു. കരൂർക്കരയുടെ കാറ്റിരമ്പും കരുത്തിന്റെ പടഹധ്വനിയായി മാറുവാൻ, ഗരുഡപ്പടയുടെ തേരായി മാറുവാൻ വന്നവൻ വിശ്വവാജി കരൂർ ദേശം. ആദ്യ വരവ് എട്ടുദിക്കും അറിയിച്ച ആ കൂട്ടരുടെ മൂന്നാം വരവാണ് ഇനി കാണാൻ പോകുന്നത്. വിശ്വവാജിയുടെ തേരിലേറി കാഞ്ഞൂർമഠം ശ്രീ വനദുർഗാദേവിയുടെ മുറ്റത്തു നിന്നും പുറപ്പെടുന്ന ഇരട്ട ഗരുഡനും പടയണിക്കോലവും സകല സന്നാഹങ്ങളുമായി അണിയിച്ചൊരുക്കി അത് കാത്തിരിക്കുന്ന നമ്മളെപ്പോലുള്ളവരിലേക്ക് എത്തിക്കുന്ന തലക്കെട്ടില്ലാത്ത ആ കൂട്ടർക്കും ഇപ്പോ പേര് ടീം വിശ്വവാജി കരൂർ ദേശം. ജയിലും വാജി വിശ്വവാജി വിജയ വിശ്വവാജി. ഒരു സ്വപ്നയാത്രയ്ക്ക് 2025 തന്റെ ഇടത്തോടെ തുടക്കം കുറിച്ച വിശ്വവാജി അമരക്കാരായ കാര്യക്കാരുടെ ആത്മവിശ്വാസം, കഠിനമായ അധ്വാനം, അവരോടൊപ്പം നിന്ന അനേകം ഹൃദയങ്ങളുടെ ഐക്യം, അതാണ് ഇന്ന് 2026 അത്യുഗ്ര വിജയമായി മാറിയത്. അമ്പലപ്പുഴയുടെ ഉത്സവ ചരിത്രത്തിൽ തങ്കലിപികളിൽ എഴുതപ്പെട്ട ഒരു വാജി ചരിതം ആയി. ഇത് ഒരു ആഘോഷത്തിന്റെ കഥ മാത്രമല്ല, കരൂർ ദേശത്തിന്റെ അടങ്ങാത്ത ആവേശത്തിന്റെ കഥയാണ്. ഒരു ദേശം മുഴുവൻ അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കാൻ നേടിയെടുത്ത വിശ്വവാജിയുടെ ശക്തിയുടെ കഥ. ഇവിടെ കഥ അവസാനിക്കുന്നില്ല. കാരണം വിശ്വവാജിയുടെ വിജയരഥത്തിന്റെ വാജി ചക്രങ്ങൾ ഇതിനകം മുന്നേറുന്നു, കാഹളം മുഴക്കി മൂന്നാം അധ്യായം കുറിക്കുവാൻ. ഒടുങ്ങട്ടെ ഹീരാവിൽ വിദ്വേഷമെല്ലാം, ഉദിക്കാൻ മറക്കില്ല നാളത്തെ സൂര്യൻ. ഒടുങ്ങട്ടെ ഹീരാവിൽ വിദ്വേഷമെല്ലാം, ഉദിക്കാൻ മറക്കില്ല നാളത്തെ സൂര്യൻ. മനസ്സിന്റെ ദീപങ്ങളെല്ലാം കൊളുത്തി നമുക്കിന്ന് കൈകോർത്ത് നൃത്തം ചവിട്ടാം. ഒരേ സൂര്യനല്ലേ, ഒരേ ഭൂമിയല്ലേ, ഒരേ രക്തമല്ലേ, ഒരേ സ്വപ്നമല്ലേ, ഒരേ സൂര്യനല്ലേ, ഒരേ ഭൂമിയല്ലേ, ഒരേ രക്തമല്ലേ.